എന്താണ് ഹജ്ജിന്റെ ഫളാഇൽ, ശ്രേഷ്ഠതകൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഫ്ളലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, ഏറ്റവും നല്ല ജിഹാദാണ്, ശ്രേഷ്ഠമായ ജിഹാദാണ് ഹജ്ജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, രണ്ടാമത്തതിന്റെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ഒരു ഹജ്ജ് തിരിച്ചു വരിക. ചില സാലിഹ്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്, ഹജ്ജിന് പോകുന്ന ആള് അയാളുടെ ബാധ്യതയാണ് എല്ലാ വീട്ടിലും പോവുക, ഹജ്ജ് ചോദിക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള ആദ്യം അത് ചെയ്യാം. ചില ആൾക്കാർ പൊരുത്തപ്പെടൽ ഇങ്ങോട്ട് ചോദിക്കും, അങ്ങോട്ട് കൊടുക്കൂല. ആദ്യം എന്താ ചെയ്യേണ്ടത്? വാഫു അമ്മൻ വലമക്, നീയാണ് അഫു ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ആരെങ്കിലും അഫു ചെയ്ത് വരാണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം. ചോദിക്കാന്ന് മാത്രമല്ല, ചെയ്ത കാര്യം ഇടങ്ങേറുണ്ടാക്കണം, എന്തെങ്കിലും പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ പറഞ്ഞിട്ട് ചോദിക്കണം. അങ്ങനെ ക്ലിയർ ആക്കി പോകണം. ആ ക്ലിയർ ആക്കി പോകുന്ന ആൾ, അപ്പൊ ഹജ്ജിന് പോണ ആളുടെ ബാധ്യത. ഹജ്ജ് പോയി വന്ന ആള് അയാളെ സന്ദർശിക്കൽ മറ്റുള്ളവരെ ബാധ്യതയാണ്. പിന്നെ അയാൾ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഹജ്ജ് ചെയ്ത ആളുടെ അടുത്തേക്ക് വരണം. കാരണം എന്താണ്? വലദതുഹു ഉമ്മുഹു, ആദ്യം വരുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെ അയാളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു എന്തെയും ഉത്തരം നൽകുക. അപ്പൊ ഹജ്ജിയായ ഒരാൾ ഹജ്ജ് ചെയ്ത് വന്നാൽ അയാൾ പോയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാം, ഇങ്ങോട്ട് വരലാണ് ചെയ്യേണ്ടത്. നേരത്തെ എന്ത് ചെയ്യാണ്? അത് സലഫു സാലിഹ്യങ്ങൾ ചെയ്ത ഒരു ശരിയാണ്. മൂന്നാമത്തെ താബിഉ ബൈന ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖർ വദ്ദുനൂബ്, അൽ ഫഖറ വദ്ദുനൂബ്. ഹജ്ജും ഉംറയും നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക. ഒന്നിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഹജ്ജിനും ഉംറക്കൊക്കെ സൗകര്യങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ചെയ്യേണ്ടത് വതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നിച്ച് ചെയ്താൽ നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഖർ നിങ്ങളെ പിടികൂടൂല, പാപവും നിങ്ങളെ പിടികൂടൂല. ഫഖറും ദുനൂബ്, പാപങ്ങളും ദാരിദ്ര്യം, അതുപോലെ പാപങ്ങളും അയാൾക്ക് അല്ലാഹു തടയും. ദാരിദ്ര്യവും തടയും, അതുപോലെ തന്നെ പാപങ്ങളും തടയും. അടുത്ത സ്ഥലത്ത് ഹൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ഹജ്ജിന് വേറൊരു പ്രതിഫലം ഇല്ല. കാരണം ആരാധനയിൽ അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു ആരാധനയാണ് ഇത് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഹജ്ജിന് സലഫു സാലിഹ്യങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തേടുകയും പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ അതിനുവേണ്ടി മാത്രം സമ്പത്തിന്റെ ഒരു വിഹിതം എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ദിവസം കൂലി കിട്ടുന്ന ആളല്ല, അങ്ങനെ ഒക്കെ പല രാജ്യങ്ങളും ഹജ്ജിന് വരുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കും. ആ നാട്ടിലെ മുതലാളിമാരൊന്നുമല്ല ഹജ്ജിന് വരുന്നത്, സാധാരണക്കാരായ മനുഷ്യരാണ്. ദിവസം കിട്ടുന്ന 1000 റുപ്യ കൂലിയിൽ ഒരു ഭാഗം ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച് കൊല്ലാവുമ്പോൾ എന്ത് ചെയ്യും? കാരണം അവർക്ക് ഹജ്ജിന്റെ വിളംബരത്തിൽ, ആ വിളിയിൽ അവരുൾപ്പെടുക. ഹജ്ജിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹജ്ജ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് 3 ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിലെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഹജ്ജിന്റെ മുദ്രാവാക്യം തൗഹീദാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇത് ശിർക്കിനെ ഒരാള് വെടിയുകയും തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യമാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് മുതൽ ഹജ്ജിന്റെ അവസാനത്തെ കർമ്മങ്ങൾ വരെ അയാളുടെ നാവിൽ ഈ തൗഹീദിന്റെ മുദ്രാവാക്യമുണ്ട്. തൗഹീദാണ് ഇതിന്റെ മുദ്രാവാക്യം. രണ്ടാമത്തതിന്റെ കർമ്മം, ഇതിന്റെ അമല്. ഹജ്ജ് എന്ന് പറഞ്ഞ കർമ്മം ഉണ്ടല്ലോ, ഈ മൻസക്ക് എന്നാണ് അതിന് പറയാം. ഖുദു അന്നി മനാസികക്കും, അത് റിസാലത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അള്ളാന്റെ റസൂലിന്റെ റിസാലത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. ഹജ്ജിന്റെ കർമ്മം എന്താണ്? റിസാലത്തിന് അംഗീകരിക്കില്ല. തോന്നിയതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിസ്കാരം ഒരാൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റാത്തതുപോലെ ഹജ്ജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?